വായു മലിനീകരണത്തെ തുടർന്ന് ഡൽഹിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ആദ്യഘട്ട നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ ഡീസൽ ജനറേറ്ററുകൾ ഉപയോഗിക്കരുത്. വായു മലിനമാകുന്ന വാഹനങ്ങൾക്ക് പിഴ ചുമത്തുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യാം. തുറസായ സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ കത്തിക്കുന്നത് നിരോധിച്ചു. തൗഫീഖ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. തൗഫീഖ്, എങ്ങനെയാണ് ഡൽഹിയിലെ നിയന്ത്രണങ്ങൾ? നിഷ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഡൽഹിയിലെ വായുമലിനീകരണം വീണ്ടും മലിനമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആദ്യഘട്ട നിയന്ത്രണങ്ങൾ ഡൽഹിയിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ചില മാർഗനിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് ഈ വായു മലിനമാക്കുന്ന വാഹനങ്ങൾക്ക് പിഴ ചുമത്തുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്യാമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ ഡീസൽ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കരുത്. അതോടൊപ്പം തന്നെ തുറസായ സ്ഥലങ്ങളിൽ മാലിന്യം കത്തിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എന്ന് കൂടി സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇതൊരു ആദ്യഘട്ട നിയന്ത്രണമാണ്. വരും ദിവസങ്ങളിൽ വായുമലിനീകരണം രൂക്ഷമാവുകയാണെങ്കിൽ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കും. ഈ അടുത്ത ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഡീസൽ പെട്രോൾ വാഹനങ്ങൾക്കുൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. നമ്പറുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും, ഒറ്റക്ക ഇരട്ടക്ക നമ്പറുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് ഡൽഹിയിൽ വാഹനങ്ങൾ പുറത്തിറക്കാൻ സാധിക്കുക. കടുത്ത നടപടികളിലേക്ക് വായുമലിനീകരണം രൂക്ഷമായി മാറുകയാണെങ്കിൽ മാത്രമായിരിക്കും പോവുക. നിലവിലത്തെ സാഹചര്യത്തിൽ തുടരുകയാണെങ്കിൽ ഈ ഒരു നിർദ്ദേശങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അതല്ല, വരും ദിവസങ്ങളിൽ കൂടുതൽ വായുമലിനീകരണം രൂക്ഷമാവുകയാണെങ്കിൽ മറ്റു നടപടിയിലേക്ക് കടക്കും. നിലവിൽ 240 വായു ഗുണനിലവാര സൂചിക ഡൽഹിയിൽ രേഖപ്പെടുത്തുന്നത്. സാധാരണ എല്ലാ വർഷവും ഈ മഞ്ഞുകാലം ആരംഭിക്കുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള വായുമലിനീകരണം രൂക്ഷമാകുന്നത് പതിവാണ്.